നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്തായിരുന്നു? അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതെ, മോഹൻദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന് ഇട്ട പേര്. കരംചന്ദ് എന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരായിരുന്നു. അപ്പൊ അച്ഛന്റെ പേരുകൂടെ ചേർത്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായത്. ശരി ശരി. അപ്പൊ അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജനനം എപ്പോഴായിരുന്നു? അത് 1869 ഒക്ടോബർ 2. ഓക്കെ, ഒക്ടോബർ 2. അതെ, ഈ ദിവസമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത്. ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ? അതെ അതെ, എല്ലാവർക്കും അറിയുന്ന തീയതിയാണ്. ജനിച്ചത് എവിടെയായിരുന്നു? ഗുജറാത്തിലെ പോർബന്തറിൽ. പോർബന്ദർ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. അവിടത്തെ ഒരു സ്ഥലമാണ് പോർബന്തർ. ശരി. ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെ പേരെന്തൊക്കെയായിരുന്നു? അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി. കരംചന്ദ് ഗാന്ധി, പുത്ലിബായി. ഓക്കെ. ഭാര്യയുടെ പേരോ? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധി. ഗാന്ധിജി സ്നേഹത്തോടെ ബാ എന്നാണ് കസ്തൂർബയെ വിളിച്ചിരുന്നത്. ഓ, ബാ എന്ന്. അതെ. മക്കൾ എത്ര പേരുണ്ടായിരുന്നു? ആരെല്ലാമാണ്? 4 ആൺമക്കളായിരുന്നു. ഹരിലാൽ, മണിലാൽ, രാമദാസ്, പിന്നെ ദേവദാസ്. ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്, 4 പേർ. അതെ, 4 ആൺകുട്ടികൾ. ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാബ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? അത് ഗാന്ധിജിയുടെ അച്ഛനാണ്, കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധിക്ക് അങ്ങനെയും ഒരു പേരുണ്ടായിരുന്നു. അതെ, കാബ ഗാന്ധി എന്നും അറിയപ്പെട്ടിരുന്നു. ഗാന്ധിജി ജനിച്ചു വളർന്ന വീടിന് ഒരു പ്രത്യേക പേരുണ്ടല്ലോ. ഉണ്ട്, കീർത്തി മന്ദിർ. കീർത്തി മന്ദിർ. പോർബന്തറിലുള്ള വീട് ഇന്നൊരു സ്മാരകമാണ്. ഒരുപാട് പേര് സന്ദർശിക്കുന്ന ഒരിടം. ഗാന്ധിജിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ 2 ശ്വാസനാളങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? അത് സത്യവും അഹിംസയുമാണ്. സത്യം, അഹിംസ. ഈ 2 കാര്യങ്ങൾക്കായിരുന്നു ഗാന്ധിജി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഇതുതന്നെയായിരുന്നു. ശരിയാണ്. ഇനി ഒരു ദുഃഖകരമായ ചോദ്യമാണ്, ഗാന്ധിജി കൊല്ലപ്പെട്ടത് എപ്പോഴാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30. അതെ, ഈ ദിവസമാണ് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. രക്തസാക്ഷി ദിനം. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയവരെ ഓർക്കുന്ന ദിവസം. അതെ. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ആരായിരുന്നു? നാഥുറാം ഗോഡ്സെ. നാഥുറാം ഗോഡ്സെ. ഡൽഹിയിലെ ബിർള ഹൌസിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴായിരുന്നു ആ സംഭവം നടന്നത്. അത് ഏത് ദിവസമായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച. അതെ. 1948 ജനുവരി 30. അതെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഡൽഹിയിലെ രാജ്ഘട്ട്. രാജ്ഘട്ട്. അതാണ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം. ഒരുപാട് പ്രമുഖരൊക്കെ അവിടെ സന്ദർശിക്കാറുണ്ട്. അപ്പൊ ജനുവരി 30 നമ്മൾ നേരത്തെ പറഞ്ഞു, രക്തസാക്ഷി ദിനം. അതെ, ഗാന്ധിജിയുടെ മരണത്തിന്റെ ഓർമ്മയ്ക്കാണ് പ്രധാനമായും ആ ദിനം രക്തസാക്ഷി ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര തലത്തിലൊരു ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അന്താരാഷ്ട്ര അഹിംസാ ദിനം. അഹിംസാ ദിനം. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സന്ദേശമായ അഹിംസയോടുള്ള ലോകത്തിന്റെ ആദരവ് ഐക്യരാഷ്ട്രസഭയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇതുവരെ നമ്മൾ 15 കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായോ? ഡോറയും ബുജിയും മോട്ടോർ സൈക്കിളിൽ പോകുന്നതോ അല്ലെങ്കിൽ പപ്പിപ്പട്ടിക്കുട്ടി കാത്തുവിന്റെ കൂടെ കളിക്കുന്നതോ അതുപോലെ മാഞ്ചാടി കഥ കേൾക്കുന്ന പോലെയോ അത്ര എളുപ്പമല്ല ചിലപ്പോൾ ഗാന്ധിജിയെപ്പറ്റി പഠിക്കാനല്ലേ? ശരിയാണ്, കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കണം. എന്നാലും നിങ്ങൾ മിടുക്കരായ കുട്ടികളല്ലേ, നിങ്ങൾക്കിത് വേഗം പഠിക്കാൻ പറ്റും. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത്. തീർച്ചയായും. അപ്പോ നമുക്ക് തുടർന്നാലോ? തുടരാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും വഴികാട്ടിയതും. ശരി. ഇനി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസം. ലണ്ടനിൽ നിന്നും ബാരിസ്റ്റർ പദവി നേടിയ വർഷം ഏതാണ്? അത് 1888 1888 വക്കീൽ പഠനം പൂർത്തിയാക്കിയ വർഷം. അതെ. ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഏതായിരുന്നു? ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് 1909 എഴുതിയ പുസ്തകമാണ്. കപ്പൽ യാത്രയിൽ വെച്ചാണ് എഴുതിയത്. ഓ ശരി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ആത്മകഥയുടെ പേരെന്താണ്?
എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സ്വന്തം ജീവിതത്തിൽ സത്യം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം തുറന്നു പറയുന്ന പുസ്തകമാണത്. ഈ ആത്മകഥ അദ്ദേഹം എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി ഭാഷയിൽ. ഗുജറാത്തി അദ്ദേഹത്തിന്റെ മാതൃഭാഷ. അതെ. അതിന്റെ ഗുജറാത്തിലുള്ള ശരിക്കുള്ള പേരെന്തായിരുന്നു? സത്യാന പ്രയോഗോ. സത്യാന പ്രയോഗോ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതിന്റെ ഗുജറാത്തി പേരാണിത്. ഈ ആത്മകഥ ആദ്യം ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചത് എവിടെയായിരുന്നു? നവജീവൻ എന്ന വാരികയിൽ. നവജീവൻ വാരിക. അതെ, അതിലാണ് ഖണ്ഡശയായി, അതായത് ഭാഗങ്ങളായിട്ട് ആദ്യം വന്നത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? മഹാദേവ് ദേശായി. മഹാദേവ് ദേശായി. അദ്ദേഹം ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. വളരെ അടുപ്പമുള്ള ആളായിരുന്നു. ഈ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേയൊരു മലയാളിയെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, ബാരിസ്റ്റർ ജി.പി. പിള്ള അഥവാ ജി. പരമേശ്വരൻ പിള്ള. ജി.പി. പിള്ള ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന ആളാണ്. ഗാന്ധിജിയെ ഒരുപാട് സ്വാധീനിച്ചൊരു കൃതിയുണ്ടല്ലോ. ഉണ്ട്. ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ്. അൺ ടു ദിസ് ലാസ്റ്റ്. ഏറ്റവും അവസാനത്തെ ആൾക്കും നന്മയുണ്ടാവണം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഉന്നമനം എന്ന സർവോദയ ആശയം ഗാന്ധിജിക്ക് കിട്ടിയത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അത് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി. ഓക്കെ. അതെ. ഗാന്ധിജി ആശയപ്രചരണത്തിനായി ഒരുപാട് പത്രങ്ങൾ തുടങ്ങിയിരുന്നല്ലോ. പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? കുറേയുണ്ട്. യങ് ഇന്ത്യ ഒരു ഇംഗ്ലീഷ് വാരികയായിരുന്നു. യങ് ഇന്ത്യ. പിന്നെ ഹരിജൻ, അതും ഇംഗ്ലീഷ് വാരികയാണ്. നവജീവൻ ഗുജറാത്തിയിലുള്ള പത്രം. നവജീവൻ. പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് തുടങ്ങിയതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അത് പല ഭാഷകളിലുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, തമിഴൊക്കെ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഈ പത്രങ്ങളിലൂടെയൊക്കെയാണ് ഗാന്ധിജി തന്റെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചത്. അപ്പോ പ്രധാന വാരികകളെന്ന് ചോദിച്ചാൽ യങ് ഇന്ത്യയും നവജീവനും പറയാം അല്ലേ? അതെ. യങ് ഇന്ത്യ ഇംഗ്ലീഷ്, നവജീവൻ ഗുജറാത്തി. യങ് ഇന്ത്യയുടെ ഒരു മലയാളി എഡിറ്ററെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ജോർജ് ജോസഫ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന കറൻസി നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം വന്നത് ആ ഗാന്ധി സീരീസ് നോട്ടുകൾ. അത് ഏത് വർഷം മുതലാണ്? അത് 1996 മുതലാണ്. 1996. അതിനുശേഷമാണ് നമ്മൾ സ്ഥിരമായി കാണുന്ന ഈ ഗാന്ധി ചിത്രമുള്ള നോട്ടുകൾ വന്നത്. ഇനി ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ, പ്രത്യേകിച്ച് സമരങ്ങളുടെ തുടക്കകാലത്തേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. അവിടെ വെച്ചാണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന തന്റെ പ്രധാന സമരമുറ പരീക്ഷിച്ചതും വികസിപ്പിച്ചെടുത്തതും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവിടെ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചിരുന്നല്ലോ, ഇന്ത്യൻ വംശജർക്ക് വേണ്ടി. അതെ. നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 അത് സ്ഥാപിച്ചത്. നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് 1894. അവിടെയുള്ള ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിരുന്നു ആ സംഘടന. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ട ആ റെയിൽവേ സ്റ്റേഷന്റെ പേര്? പീറ്റർ മാരിറ്റ്സ്ബർഗ്. പീറ്റർ മാരിറ്റ്സ്ബർഗ്. അതൊരു നിർണായക സംഭവമായിരുന്നു. വർണ്ണവിവേചനത്തിന്റെ തീവ്രത അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. ശരിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആശ്രമങ്ങളും സ്ഥാപിച്ചിരുന്നില്ലേ? ഉണ്ടായിരുന്നു. 2 പ്രധാനമാണ്. ഒന്ന് ഫീനിക്സ് സെറ്റിൽമെന്റ് 1904. ഫീനിക്സ് സെറ്റിൽമെന്റ്. പിന്നെ ടോൾസ്റ്റോയ് ഫാം 1910. ടോൾസ്റ്റോയ് ഫാം. ഈ ആശ്രമങ്ങളൊക്കെ സത്യാഗ്രഹികൾക്ക് താമസിക്കാനും പരിശീലനം നേടാനുമൊക്കെയുള്ള കേന്ദ്രങ്ങളായിരുന്നു. അവിടെ അദ്ദേഹം നടത്തിയ ആംബുലൻസ് സേവനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ ഒരു ബഹുമതി നൽകിയിരുന്നല്ലോ. കൈസറെ ഹിന്ദ് എന്ന മെഡൽ. കൈസറെ ഹിന്ദ്. ബോർ യുദ്ധകാലത്തെ സേവനങ്ങൾക്കായിരുന്നു അത്. പക്ഷെ പിന്നീട് ജാലിയൻ വാലാബാഗ് സംഭവത്തിലൊക്കെ പ്രതിഷേധിച്ച് അദ്ദേഹം ആ ബഹുമതി തിരികെ നൽകി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? അത് ഒരേയൊരു തവണയേ ഉണ്ടായിട്ടുള്ളൂ. 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ച്. 1924 ബെൽഗാം സമ്മേളനം. ഓക്കെ. അതെ. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ പ്രധാന ആശ്രമം സബർമതി ആശ്രമം അതെവിടെയാണ് സ്ഥാപിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ, സബർമതി നദിയുടെ തീരത്ത്. അഹമ്മദാബാദിൽ പ്രസിദ്ധമായ ദണ്ഡിയാത്രയൊക്കെ അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അതെ. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഗാന്ധിജി സബർമതി ആശ്രമം പിരിച്ചുവിട്ടത്? ഏകദേശം 18 വർഷത്തോളം അത് പ്രവർത്തിച്ചു.
അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് വാർധയിലേക്ക് മാറിയത്. ഓക്കെ, അപ്പോ അടുത്ത പ്രധാന ആശ്രമം സേവാഗ്രാമാശ്രമം അതെവിടെയാണ്? അത് മഹാരാഷ്ട്രയിലെ വാർധയിലാണ്. വാർധ, മഹാരാഷ്ട്ര. പിൽക്കാലത്ത് ഗാന്ധിജിയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം അതായിരുന്നു. ഇനി ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ 1917. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചുവന്ന ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ വലിയ സമരം അതായിരുന്നു. എന്തിനുവേണ്ടിയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം? അതിന്റെ ലക്ഷ്യം നീലം കർഷകർക്കു വേണ്ടി. നീലം കർഷകർ. അവരെ നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിപ്പിക്കുന്നതിന് എതിരെയും ചൂഷണത്തിന് എതിരെയുമായിരുന്നു ആ സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം എവിടെയായിരുന്നു? അത് 1918 അഹമ്മദാബാദിൽ വെച്ചായിരുന്നു. അഹമ്മദാബാദ് 1918. അവിടുത്തെ മിൽ തൊഴിലാളികളുടെ ശമ്പള വർധനവിനു വേണ്ടിയായിരുന്നു ആ നിരാഹാര സമരം. പിന്നീട് വന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നല്ലോ നിസ്സഹകരണ പ്രസ്ഥാനം. അത് ആരംഭിച്ചത് ഏതു വർഷമാണ്? 1920. 1920. ബ്രിട്ടീഷ് ഭരണവുമായി ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു അതിന്റെ ആശയം. പക്ഷേ ആ സമരം പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്നു. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമേതായിരുന്നു? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. അവിടെ സമരക്കാർ അക്രമാസക്തരായപ്പോൾ അഹിംസയിൽ നിന്ന് സമരം മാറിയെന്ന് കണ്ട ഗാന്ധിജി ആ പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അഹിംസയ്ക്ക് അത്രയധികം പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹം. അതെ. അടുത്ത വലിയൊരു സമരം ഉപ്പ് സത്യാഗ്രഹം. അത് നടന്ന വർഷം 1930. മാർച്ച് 12-നാണ് ദണ്ഡിയാത്ര തുടങ്ങുന്നത്. 1930 മാർച്ച് 12. സാധാരണക്കാർക്ക് ഉപ്പുണ്ടാക്കുന്നതിന് പോലും നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നിയമത്തിനെതിരെയായിരുന്നു ആ സമരം. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടുന്നായിരുന്നു? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. അത്. ആ യാത്രയിൽ അവരൊരു ഗാനം ആലപിച്ചിരുന്നല്ലോ. രഘുപതി രാഘവ രാജാരാം. രഘുപതി രാഘവ രാജാരാം. ആ ഗാനം യാത്രയിലുടനീളം ഒരാവേശമായി അവർ പാടിയിരുന്നു. ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ഒരു മലയാളി പിന്നീട് ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടു. ആരായിരുന്നു അദ്ദേഹം? സി കൃഷ്ണൻ നായർ. സി കൃഷ്ണൻ നായർ. ഓക്കെ. അദ്ദേഹം ആ യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രധാന മലയാളികളിൽ ഒരാളാണ്. 1942 ക്വിറ്റ് ഇന്ത്യാ സമരത്തിലെ ഗാന്ധിജിയുടെ ആഹ്വാനം എന്തായിരുന്നു? ആ മുദ്രാവാക്യം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന പോരാട്ടത്തിനുള്ള ആഹ്വാനമായിരുന്നു അത്. ഈ സമരത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റിലായി. അദ്ദേഹം അവസാനമായി ജയിൽ ശിക്ഷ അനുഭവിച്ച ജയിലേതായിരുന്നു? അത് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരമാണ്. അതൊരു ജയിൽ എന്നതിലുപരി ഒരു തടവറയായിരുന്നു. ആഗാഖാൻ കൊട്ടാരം, പൂനെ. അതെ. ഗാന്ധിജി ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി ഒരു സംഘടന തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ ഹരിജൻ സമാജ്. അത് ഏതു വർഷമായിരുന്നു? 1932. മഹാത്മാഗാന്ധി തന്നെയാണ് അത് ആരംഭിച്ചത്. 1932. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. ഹരിജൻ എന്നാൽ ദൈവത്തിന്റെ മക്കൾ എന്നർത്ഥത്തിലാണ് ഗാന്ധിജി ആ വാക്കുപയോഗിച്ചത്. സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടി ഗാന്ധിജി രൂപീകരിച്ചൊരു സന്നദ്ധ സംഘമുണ്ടായിരുന്നല്ലോ, ശാന്തിസേന. ശാന്തിസേന. വർഗീയ ലഹളകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സമാധാനം നിലനിർത്താൻ പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടിയർ ഗ്രൂപ്പായിരുന്നു അത്. ഇനി ഗാന്ധിജിയും കേരളവുമായുള്ള ബന്ധം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള സന്ദർശനം എപ്പോഴായിരുന്നു? എന്തിനായിരുന്നു? 1920 ആദ്യ സന്ദർശനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാനാണ് വന്നത്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം. അതെ. അദ്ദേഹം 5 തവണ കേരളത്തിൽ വന്നു. അതിൽ അവസാനത്തെ 5ാമത്തെ സന്ദർശനം എന്തിനായിരുന്നു? അത് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ. 1937 ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ ആ ചരിത്രപരമായ വിളംബരത്തെ തുടർന്നായിരുന്നു ആ വരവ്. സന്ദർശനത്തെ ഗാന്ധിജി ഒരു പ്രത്യേക രീതിയിൽ വിശേഷിപ്പിച്ചല്ലോ, ഒരു തീർത്ഥാടനമെന്ന്. ഒരു തീർത്ഥാടനം. അതെ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്നുള്ള ആ യാത്രയെ അദ്ദേഹം ഒരു തീർത്ഥാടനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി നേരിട്ടിടപെട്ട കേരളത്തിലെ 2 പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. വൈക്കം, ഗുരുവായൂർ. ഈ 2 സമരങ്ങളിലും അദ്ദേഹം നേരിട്ട് വന്നില്ലെങ്കിലും ഉപദേശങ്ങൾ നൽകിയും നേതാക്കളുമായി സംസാരിച്ചും അദ്ദേഹം ഒരു പ്രധാന പങ്കുവഹിച്ചു. ആധുനിക ലോകത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 നവംബർ 12 നടന്ന ആ വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം. എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ ആ തീരുമാനത്തെയാണ് അദ്ദേഹം അത്രയധികം പ്രശംസിച്ചത്.
ഇനി ഗാന്ധിജിയെ മറ്റുള്ളവരെങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്ന് നോക്കാം. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിളിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. റേഡിയോയിലൂടെയുള്ളൊരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഗാന്ധിജിയെ അങ്ങനെ അഭിസംബോധന ചെയ്തത്. മഹാത്മാ എന്നും ബാപ്പു എന്നും വിശേഷിപ്പിച്ചത് അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ. മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ടാഗോറാണ്. ബാപ്പു എന്നും അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചു. തിരിച്ച് ടാഗോറിന് ഗാന്ധിജി എന്താണ് വിളിച്ചത്? ഗുരുദേവ്. ഗുരുദേവ്. പരസ്പരം ബഹുമാനത്തോടെയുള്ള സംബോധനകളായിരുന്നു അവ. സുഭാഷ് ചന്ദ്രബോസിന് നേതാജി എന്നും രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നും വിശേഷിപ്പിച്ചതാരാണ്? അത് മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജി. ഓക്കെ. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും അവർ തമ്മിൽ വലിയ ബഹുമാനമുണ്ടായിരുന്നു. ഗാന്ധിജിയെ പരിഹാസഗോപരണ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ലളിതമായ വസ്ത്രധാരണത്തെ കളിയാക്കിയാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ ഒറ്റയാൾ പട്ടാളം വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരാണ്? ലോർഡ് മൗണ്ട് ബാറ്റൺ, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി. മൗണ്ട് ബാറ്റൻ പ്രഭു. വിഭജനകാലത്തെ കലാപങ്ങൾക്കിടയിൽ ഗാന്ധിജി നടത്തിയ സമാധാന ശ്രമങ്ങളെ പ്രകീർത്തിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടതാരാണ്? സി രാജഗോപാലാചാരി, രാജാജി. സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന വിശേഷണമാർക്കാണ്? ആചാര്യ വിനോബ ഭാവെ. വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിന്റെയൊക്കെ നേതാവായിരുന്ന വിനോബ ഭാവെ. ഗാന്ധിജി തന്റെ ഒരു വസ്തുവിനെ മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് വിളിച്ചിരുന്നല്ലോ. എന്താണത്? അത് അദ്ദേഹത്തിന്റെ തൂക്കുഘടികാരമാണ്. പോക്കറ്റ് വാച്ച്. പോക്കറ്റ് വാച്ച്. സമയം കൃത്യമായി പാലിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ നിഷ്കർഷ കൊണ്ടാവാം അങ്ങനെ വിളിച്ചത്. കെ അബ്ബാസിന്റെ ഇൻകുലാബ് എന്ന നോവലിൽ പ്രമേയമായ ഗാന്ധിജിയുടെ സമരം ഏതായിരുന്നു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. പ്രധാനമായും ഉപ്പു സത്യാഗ്രഹം പശ്ചാത്തലമാക്കിയ നോവലാണത്. സിവിൽ നിയമലംഘനം. ഓക്കെ. അതെ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭാരതരത്നം ലഭിച്ച ഗാന്ധിജിയുടെ സഹായാത്രികനായ ഒരു പാകിസ്ഥാൻ പൗരൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി. അദ്ദേഹം പാകിസ്ഥാൻ പൗരനായിരുന്നിട്ടും ഇന്ത്യ ഭാരതരത്നം നൽകി ആദരിച്ചു. ഗാന്ധിജിയുടെ അടുത്ത അനുയായിയായിരുന്നു. ഇനി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഗാന്ധിമാർ. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ. അമേരിക്കയിലെ പൗരാവകാശ സമരങ്ങൾക്ക് ഗാന്ധിജിയുടെ അഹിംസാമാർഗം പിന്തുടർന്ന നേതാവ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മഹാനായ നേതാവ്. അദ്ദേഹവും ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പൻ. കേരളത്തിലെ ഗാന്ധിയൻ പ്രവർത്തനങ്ങളിലും സ്വാതന്ത്ര്യസമരത്തിലും വലിയ പങ്ക് വഹിച്ച നേതാവ്. അതിർത്തി ഗാന്ധി നമ്മൾ നേരത്തെ പറഞ്ഞു, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അതെ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെയാണ് ബീഹാർ ഗാന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും ഗാന്ധിജിയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ആത്മകഥ, വായിക്കുന്നത് നല്ലതാണ്. അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ചാനലിൽ ഇതുപോലെ വിജ്ഞാനം നൽകുന്ന മറ്റ് വീഡിയോകളും ലഭ്യമാണ്. നിങ്ങൾക്ക് സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, കണക്ക് ക്വിസ് ഒക്കെ കാണാം. അതുപോലെ 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്വിസുകളും വർക്കുകളും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. കൂട്ടുകാർക്ക് അതും കാണാവുന്നതാണ്. അതെല്ലാം പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് നന്ദി. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഗാന്ധിജി മുറുകെ പിടിച്ച ആ സത്യവും അഹിംസയും അതിന് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതൊരു ചിന്തയായി എടുക്കുക. നമുക്ക് അടുത്ത തവണ കാണാം.